19 ലക്ഷം അടുത്ത് 30,000 ബഡ്ജറ്റിൽ നിന്ന് പകുതി അങ്ങ് പോയി. പിന്നെ 5-10 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ UK-ലായിട്ട് എബ്രോഡ് സ്റ്റഡീസിന് വേണ്ടി വരുമ്പോൾ എത്ര ചെലവാകും, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര എമൗണ്ട് ഇറങ്ങും എന്നുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ വന്നത് കഴിഞ്ഞ വർഷമാണ്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇവിടം വരെ എത്താൻ വേണ്ടി എത്ര എമൗണ്ട് ഞാൻ ചെലവാക്കിയതും അതിന്റെ ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ അധികം ലെങ്ത് ഒന്നും കാണത്തില്ല. ഞാൻ പടപടെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാനിവിടെ ഓൾറെഡി ഞാൻ ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പരിപാടിയെല്ലാം ഞാൻ വായിച്ചങ്ങ് കേൾപ്പിക്കും. അപ്പൊ അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കുക. ബൈ ദ വേ എല്ലാവരും അങ്ങനെയാണല്ലോ, എല്ലാവരും ഒക്കെ അടിക്കണം. ആ മണിയടി നല്ലതെന്നാ കേട്ടേക്കണത്, അതാന്ന് തോന്നുന്നു. പണ്ട് കണ്ടു വെച്ചാൽ അല്ലാതെ അത് പോട്ടെ. അപ്പൊ ഞാൻ 2024 വന്നത്. അപ്പൊ ആ ഒരു സമയത്ത് വന്ന ഒരു എമൗണ്ട് അല്ല ഇപ്പൊ നിലവിൽ. ഇപ്പൊ ചെറിയ ചില്ലറയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതായത് ഏകദേശം 5-10 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 5,000-10,000 രൂപ കൂടുതൽ പ്രതീക്ഷിക്കാം എല്ലാത്തിലും. അപ്പൊ ഞാൻ പരിപാടിയിലായിട്ട് കിടക്കാം. ഇപ്പൊ കുറെ പിള്ളേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ ടിക്കറ്റ് എത്രയായി, അതെത്രയായി. അപ്പൊ ഞാൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പൊ ഞാൻ ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ലാപ്ടോപ്പൊക്കെ ആയിട്ടിരിക്കണം, അതൊന്നും കണ്ടു പേടിക്കണ്ട. എൻ്റെ വേറെ ഫോണില്ല, ഈ ഫോണിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യണം, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പരിപാടിയിലായിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് എടുക്കാനുള്ളത് ആ മാസ്റ്റേഴ്സ് ഡിഗ്രീൻ്റെ എമൗണ്ടും, അതായത് കോഴ്സ് ഫീയും, പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ലിവിങ് എക്സ്പെൻസും. ഈ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്ന കേസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഞാൻ പഠിക്കുന്ന ഔട്ടർ ലണ്ടനിലാണ്, പക്ഷേ ഞാൻ സ്റ്റേ ചെയ്യണം ഇന്നർ ലണ്ടനിലാണ്. ബട്ട് എൻ്റെ യൂണിവേഴ്സിറ്റി ഔട്ടർ ആയതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ വർഷം വന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 9,000 പൗണ്ടാണ് ലിവിങ് എക്സ്പെൻസ് കാണിക്കേണ്ടതായി വന്നത്, അതായത് എൻ്റെ ചിലവിനായിട്ട്. ബട്ട് അതേസമയം ഞാൻ ആ സമയത്ത് ഇന്നർ ലണ്ടനിലൊരു യൂണിവേഴ്സിറ്റിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 12 രൂപ കാണിക്കേണ്ടി വന്നേനെ. അതായത് 3 ലക്ഷം രൂപേൻ്റെ ഡിഫറൻസ് അവിടെ വന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് എൻ്റെ കയ്യിൽ അത്ര എമൗണ്ട് എടുക്കാനില്ലായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഇന്നർ ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ചൂസ് ചെയ്തേനെ. നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പോൾ ഔട്ടർ സൈഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസ് കുറച്ച് കാണിച്ചാൽ മതി. ലണ്ടനിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതാണ് അവർ ലിവിങ് എക്സ്പെൻസ് കൂടുതൽ വെക്കണത്. ഔട്ടർ സൈഡ് ആകുമ്പോൾ കുറേ വരത്തുള്ളൂ. പക്ഷേ അതേസമയം നിങ്ങൾ ഔട്ടർ യൂണിവേഴ്സിറ്റി എടുത്തിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി. ഏത് അത് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കോഴ്സ് ഫീയും കാണിക്കണം, ലിവിങ് എക്സ്പെൻസും കാണിക്കണം. അപ്പോൾ എനിക്ക് ഏകദേശം ചിലവായെന്ന് വെച്ചാൽ എൻ്റെ 2 ഇയർ മാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ എൻ്റെ കോഴ്സ് ഫീ വന്നത് 18,500 വന്നത്. അതായത് നാട്ടിൽ വെട്ടി നോക്കുക 19 ലക്ഷം അടുത്ത്. അപ്പോൾ ആ ഒരു എമൗണ്ട് പ്ലസ് എൻ്റെ ലിവിങ് എക്സ്പെൻസ്, അതായത് 9,000 പൗണ്ട് എനിക്ക് നിലവിൽ എൻ്റെ കയ്യിൽ വേണം. ഞാൻ ഇവിടെ വന്നെങ്കിൽ ഇത്ര എമൗണ്ട് എനിക്ക് പഠിക്കാനും എൻ്റെ ചിലവിനായിട്ടുള്ള എമൗണ്ട് കയ്യിൽ വേണം. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഏകദേശം 27,500, 28 കൂട്ടിക്കും, 28 ലക്ഷം. ഓക്കെ, 28 ലക്ഷം വേണം. അപ്പം എൻ്റെ ഈ ഫണ്ടില്ല. ഞാൻ നേരെ ബാങ്കിൽ ചെല്ലുന്നു, ലോൺ ചോദിക്കുന്നു, അവർ ഇടപെടിയിൽ നിന്ന് തരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷെ അങ്ങനെയൊന്നും അല്ല നടന്നത്. അത് കുറേ ഉണ്ട് കഥയൊക്കെ. ഞാൻ 2-3 ബാങ്ക് മാറി. ഞാൻ ലാസ്റ്റ് ഒരു ബാങ്ക് എനിക്ക് എന്നാ പറയാനല്ല, മാലാഖേനെ പോലെ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് ലോൺ തന്നത്. അതൊക്കെ മാറ്റി വയ്ക്കും, ഞങ്ങൾക്ക് ബാക്കി പരിപാടിയില്ലാട്ട് വരാം. അതൊക്കെ ഒരു വലിയ കഥ, ദുരന്ത കഥ. അതൊക്കെ പോട്ടെ. അപ്പോൾ അത് നിങ്ങൾ കൂട്ടി നോക്കി. ഇപ്പം എനിക്ക് വന്ന ഡിഗ്രി, ഇപ്പം എൻ്റെ കോഴ്സ് 2 ഇയർ കോഴ്സാണ്. അത് കാരണമാണ് ഇത്ര എമൗണ്ട് വന്നത്. ഈ എൻ്റെ സെയിം കോഴ്സിനെ 1 ഇയർ എടുത്ത കുറേ സ്റ്റുഡൻസിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് 14,500 അന്ന് വന്നത്. പക്ഷേ നിലവിൽ ഈ വർഷം എങ്ങാണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഈ കോഴ്സ് സെയിം തന്നെ ചോദിച്ചപ്പോൾ അവർ 15-16 എങ്ങാണ്ടാണ് പറഞ്ഞത്. അതായത് കോഴ്സിൻ്റെ ഫീയും കൂട്ടിയിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ലിവിങ് എക്സ്പെൻസും കൂട്ടിയിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ 9 മതിയായിരുന്നു ഔട്ടർ ആണെങ്കിൽ. ഇപ്പം അതല്ല 10-11 എന്തോ കാണിക്കണം തോന്നണം. അപ്പോൾ അവിടെയും വ്യത്യാസം വന്നിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഞാൻ പറഞ്ഞു വിസയുടെ കേസിൽ 10-10,000, അതുപോലെ തന്നെ ഫീസിൽ അവന്മാർ 1-2 വെച്ച് കൂട്ടിയിട്ടുമുണ്ട്. അതും നോക്കുക. അപ്പോൾ ഫീസും ലിവിങ് എക്സ്പെൻസും കൂടി അത്ര എമൗണ്ട് വരെ, അതായത് 28 എനിക്ക് വന്ന്. പിന്നെ അത് കൂടാണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എക്സ്പെൻസ് തന്നെയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി നമുക്കുള്ള ബാക്കി പരിപാടി. അതായത് വിസ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ്, അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് ചെയ്യാം. എനിക്ക് വന്നേക്കണമെന്ന് പറഞ്ഞാൽ വിസക്ക് വന്നത് 54,000 രൂപയാണ് വന്നത്. അത് നമ്മൾ അപ്ലൈ ചെയ്യണവർക്ക്. എൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ അപ്ലൈ ചെയ്തവന് 52 പക്ഷെ എനിക്ക് 54 വന്നത്. എന്തോ ഗതികേട്. പോട്ടെ. പിന്നെ ഇൻഷുറൻസിന്റെ കേസ് എനിക്ക് വന്നത് 1,27 വന്നത്. അത് 2 ഇയർ ആയതുകൊണ്ടാണെന്ന് തോന്നണം ഇത്ര കുറച്ച് കേസ് വന്നത്. പക്ഷേ 1 ഇയർ എടുത്ത അന്ന് 1 ഇയർ എടുത്തവർക്ക് ₹1.98 ആ റേഞ്ചൊക്കെ വന്നത്. എനിക്ക് 1,27 വന്നത്. ഏത് ഭയങ്കര ഭാഗ്യ. മെഡിക്കൽ ഇൻഷുറൻസിന്റെ കേസ് ഞാൻ കേട്ടേക്കനാണ്. അല്ല എത്ര സത്യമുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ലൈക്ക് ഇവിടെ നിങ്ങൾ കെയർ ഹോം അങ്ങനത്തെ പരിപാടി ഇല്ലേ, NHS ഫീൽഡ് ബേസ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും പണി 6 മാസം ചെയ്യുകയാണെ ഇത് നിങ്ങൾക്ക് റീക്ലെയിം ചെയ്യാന്നൊക്കെ പറയണത്. അതിൽ നിന്ന് പകുതി എമൗണ്ട് കയ്യിലായിട്ടൊക്കെ കിട്ടുമെന്നാണ് പറയണത്. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ ആ ഫീൽഡിലും എല്ലാം വർക്ക് ചെയ്യണം.
അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഇനി ആരെങ്കിലും ആ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് 6 മാസം കഴിയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എത്രയും നല്ലതായില്ലേ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വിസ 54, മെഡിക്കൽ ഇൻഷുറൻസ് 127. പിന്നെ ഇങ്ങോട്ട് നമ്മൾ വരാൻ വേണ്ടി നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യും. അപ്പോൾ അതെവിടെയാണ് ഞാൻ ചെയ്തത്? ഞാൻ എറണാകുളത്ത് ചെയ്തത്, അമൃത ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ എനിക്ക് 2500 അത്രയും കണ്ടായുള്ളൂ. അത്രയായി. 3 കൂടി ഏകദേശം ഒരു നല്ല എമൗണ്ട് ഇറങ്ങിയിട്ട്, അതായത് 2 രൂപേൻ്റെ അടുത്തായി. ഓക്കെ, അപ്പോൾ എനിക്ക് 3 കൂടി തന്നെ 2 രൂപേൻ്റെ അടുത്ത് ഏകദേശം ആവാറായി. അതായത് 80 സംതിങ്ങോളം വന്ന്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ 27,500 അവിടെ കിടപ്പുണ്ട്. ഇത് ഇത്ര 80ൻ്റെ അടുത്ത് എത്തി. പിന്നെ വന്നതാണ് നിങ്ങളുടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിങ്ങൾ കുറേ ഷോപ്പിങ്ങും കാര്യമൊക്കെ കൂട്ടി വെക്കും. ഞാനൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. ഞാൻ 30,000 ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് വെച്ചത്. ബട്ട് എനിക്കറിയത്തില്ല, ഞാൻ സാധനമൊക്കെ മേടിച്ചു വന്ന പെട്ടിക്ക് തന്നെ 6,000 രൂപേൻ്റെ അടുത്തായി. അപ്പൊ തന്നെ എൻ്റെ 30,000 ബഡ്ജറ്റിൽ നിന്ന് പകുതി അങ്ങ് പോയി. പിന്നുള്ള 22,000 എന്നാ മേടിക്കാന്? അപ്പൊ ഞാൻ മേടിച്ചു വന്നപ്പോൾ ഏകദേശം 50 രൂപേൻ്റെ അടുത്തായി. ഉള്ളത് പറയാലോ, പാത്രം അതും ഇത്. പിന്നെ ഇവിടെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കുറെ ഫ്രണ്ട്സ് ആയിട്ട് ഒരു 3-4 പേരൊക്കെ ആയിട്ട് വന്നെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്താൽ മതി. പടയെന്ന് പറഞ്ഞ് നിങ്ങളുടെ എമൗണ്ട് പറയും. അതായത് ഇപ്പം നീ ഇപ്പോൾ ഒരു 5 ലിറ്ററിന്റെ കുക്കർ അടിക്കണമെങ്കിൽ അവൻ 3 ലിറ്ററിന് എടുത്താൽ മതി. ഇന്ന പാത്രം നീ എടുക്കണമെങ്കിൽ അവൻ അത്ര ആ സാധനം എടുക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ പിന്നെ ചിലവ് ചുരുക്കാം. പക്ഷേ ഞാൻ അപ്പോൾ വന്ന കേസിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടുതൽ എടുക്കേണ്ട വന്ന്. അപ്പം ഇത്രയൊക്കെ ആയി ഗൈസ്. അതെ, ഒരു 50 രൂപേൻ്റെ അടുത്തായി. അപ്പോൾ നമ്മളെ ഇപ്പം എത്രയായിരുന്നു പറഞ്ഞാൽ 180 സംതിങ് പ്ലസ് 50 കയറിയിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാനൊരു ടെമ്പററി ആയിട്ട് അക്കോമഡേഷനാണ് എടുത്തത്. അപ്പോൾ അതിന് ഏകദേശം എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ 22 അടുത്താണ് വന്നത്. 22 പോട്ടെ, നമുക്ക് 20 കൂട്ടാം. 20 റെഡി ആക്കിയത്. അപ്പോൾ അത് വെച്ച് 2 ആഴ്ചത്തെ ടെമ്പററി അക്കോമഡേഷൻ ആയിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ പക്കായിട്ടൊരു റൂം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റെന്റും ഡെപ്പോസിറ്റും കൊടുക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 35,000 കണക്കെടുത്ത് തന്നെ നിങ്ങൾ 35,000 പ്ലസ് 35,000 കൊടുക്കേണ്ട വരും തുടക്കത്തിൽ തന്നെ. അതായത് റെന്റും ഡെപ്പോസിറ്റും ഒരുമിച്ചടച്ചാലേ നമുക്ക് റൂം കിട്ടുള്ളൂ. അതൊരു ഹ്യൂജ് എമൗണ്ട്, 75,000 അത്രയും വരും. 70,000 പോട്ടെ, 70,000 രൂപേൻ്റെ അടുത്ത് അത്രയും വരും. അപ്പം നാട്ടിൽ നിന്ന് 1,000 എമൗണ്ട് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അത്ര എമൗണ്ട് മറിക്കാമല്ലോ, അത് കാരണം ടെമ്പററി എടുത്തത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ വന്നിട്ട് ലോൺ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു എനിക്ക് ടാസ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ലോൺ ആക്സസ് ചെയ്തത്. നാട്ടിൽ വെച്ച് അവർ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി അവർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് അപ്പോൾ അവർ മണി ഇടുന്നു. അവരും ബുദ്ധിയുള്ളവരാണ്. എങ്ങാനോടത്ത് പയ്യന്മാർ മറിച്ചാലേ, അതുകൊണ്ടായിരിക്കും. പക്ഷേ ചില ബാങ്കുകാരൊക്കെ സമ്മതിക്കും കേട്ടോ. പിന്നെ ഇവിടെ വരാൻ വേണ്ടി പിന്നെ നിങ്ങൾക്ക് ട്രാവൽ കാർഡ് ഞാൻ റീചാർജ് ചെയ്തത്. അതായത് ഇവിടുത്തെ പരിപാടിയൊക്കെ നടത്താൻ വേണ്ടിയൊരു കാർഡ്, അത് ഞാൻ യൂണി മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ മണി എക്സ്ചേഞ്ച് പരിപാടിയൊക്കെ നടത്തുന്നത്. അവരുടെ കയ്യിൽ നിന്നായിരുന്നു ഞാൻ ട്രാവൽ കാർഡ് സെറ്റ് ചെയ്തത്. അതിൽ ഞാൻ ഏകദേശം 50,000 ഒക്കെ ഇത് വെച്ചെങ്ങനെ, സോറി ഗൈസ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. ബട്ട് അവൻ്റെ കാർഡ് ചാർജ് ചെയ്തേക്കണൊക്കെ എഴുതി വെച്ചാൽ 50,000 ഒക്കെ. ചേടാ, ഞാൻ അത്രയും ചാർജ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കണക്കൊക്കെ തെറ്റിയെന്ന് തോന്നുക. ഞാൻ 25 കാർഡിലും ചാർജ് ചെയ്ത് 20 കയ്യിലുമാണ് എടുത്തത്. അവൻ ഇത്രയും ചാർജ് ചെയ്തായിരുന്നല്ലേ, കള്ളപ്പന്നി. അത് പോട്ടെ. അപ്പോൾ അത്രയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇപ്പം തന്നെ നമ്മൾ 28ൻ്റെ അടുത്ത്, നമ്മൾ 28 ലക്ഷത്തിൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്നു. അതേ പ്ലസ് ഇപ്പം എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ഏകദേശം 30 കഴിഞ്ഞ്. പിന്നെ നമ്മുടെ ചാർജ് വന്ന ടിക്കറ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എപ്പോഴാണ് ഒരു 3 ആഴ്ച ഗ്യാപ്പുള്ളപ്പോഴും കണ്ട് ബുക്ക് ചെയ്തത്. അതും ഏറ്റവും ചീപ്പസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ശ്രീലങ്കൻ എയർലൈൻസ് ആയിരുന്നു. അത് 42,000 പൗണ്ട്. അത് ഇവിടെ നിന്ന് നേരെ ഒരു ലേവറുണ്ട്. അത് എവിടെയായിരുന്നു? ശ്രീലങ്കയിൽ ഒരു ലേവറുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടായിരുന്നു. അതിന് 42,000 രൂപയാണ് ആയത്. നിങ്ങളിപ്പോൾ എത്തിഹാദും അങ്ങനത്തെ പരിപാടിയൊക്കെ നോക്കുകയാണെങ്കിൽ 60,000 രൂപയിലേക്ക് എടുത്തേക്കും. അപ്പോൾ ഫ്ലൈറ്റും നല്ലതാണ്. ഇതും ഞാൻ നോക്കിയിട്ട് ഇത് ഒറ്റ യാത്രയുള്ളൂ. പിന്നെ നമ്മൾ ഭയങ്കര കൂടിയ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്യുക എന്തിനാണ്? ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഓക്കെ, നമ്മൾ അവിടെ നിന്ന് അത്ര ഇതായിട്ട് വരുമ്പോൾ നമ്മൾ വീട്ടുകാരെ അവരെയൊക്കെ വിട്ടു പോകണ ഒരു ഇത് ഇന്ന ഫ്ലൈറ്റിൽ കയറി എന്ത് യാത്ര ആസ്വദിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ നല്ല ലക്ഷറി ഒക്കെ ബുക്ക് ചെയ്തോ. ഞാനും പോയപ്പോൾ നല്ലതൊക്കെ നോക്കിയാൽ ബുക്ക് ചെയ്തോ. അപ്പോൾ അതാ പറയണേ, ഒരു എത്തിരി ഓരോരുത്തരുടെ ഇഷ്ടം. ചിലവർക്കൊക്കെ ആദ്യമായിട്ട് കയറുമ്പോൾ നല്ല ഫ്ലൈറ്റ് തന്നെ കയറണമെന്നുണ്ട്. അവർക്കൊക്കെ നല്ല ഫ്ലൈറ്റ് യൂസ് ചെയ്യാം. അപ്പം അതിന് കുറച്ച് എമൗണ്ട് കൂടുന്നുള്ളൂ. നല്ല യാത്ര ആയിരിക്കും. എത്തിഹാദൊക്കെ നല്ല കേട്ടോ, അതൊക്കെ ചൂസ് ചെയ്യാം. പിന്നെ എന്തായാലും ഒന്നും അത്ര വണ്ടിയിലിടാറുന്നവേ. അതാണ് ഞാൻ പെട്ടെന്നൊരു കിട്ടിയൊരു ഏറ്റവും കുറഞ്ഞ് നോക്കി ഒരെണ്ണം ബുക്ക് ചെയ്ത്. അത് ശ്രീലങ്കയിലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാനിവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടോ.
പിന്നെ ശ്രീലങ്ക വെച്ച് ഞാൻ കുറച്ച് പെട്ടുപോയി. അതായത് എനിക്ക് 1-2 hour ലേവർ ആയിരുന്നു. അവിടെ നിന്ന് ഈ ഗേറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പെട്ട പാട്. ഞാൻ ഓർമ്മ ഞാൻ ശ്രീലങ്ക പെട്ടു പോകുന്നു. പിന്നെ കണ്ടുപിടിച്ചിട്ടൊക്കെ വന്ന. അപ്പോൾ എനിക്ക് ടിക്കറ്റ് 42,000 ആയിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് പിന്നെ ഈ ലോണിന്റെ പുറകെ നടക്കുമല്ലോ. എഡ്യൂക്കേഷൻ ലോൺ അല്ലാത്തവർ അത്ര ആശ്വാസം ഞാൻ പറയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഈ ബാങ്കുകാരുള്ള ലോണൊക്കെ തരാൻ അവർക്ക് എന്നെ ബുദ്ധിമുട്ടാണെന്നറിയാവോ. തരത്തില്ല, വെറും അതാണ് അവന്മാർ. അതിനുവേണ്ടി കുറെ പ്രൊസീജിയർ, അതായത് വാല്യുവേറ്ററിനെ കൊണ്ടുവന്നെ നമ്മുടെ വീട് നോക്കി അവരൊന്നും നമ്മുടെ വീടിന് വലിയ വാല്യൂ ഒക്കെ ഇട്ട് വെക്കും. അതിന് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കണം. അതും മഹത്തായ വാല്യൂ ആണ് ഇടുന്നത് പന്നകള്. അപ്പൊ ഈ ബാങ്കിന്റെ കുറെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു നല്ല എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ എനിക്ക് അതുകൂടാണ്ട് ഈ ബാങ്കിന്റെ ഇതിന് ഞാൻ എൻ്റെ വീടാണ് വെച്ചത്. അപ്പൊ അതിന് കുറെ ഇഷ്യൂ വന്നിട്ട് ലാസ്റ്റ് അത് വേറെ കുറെ കഥയാണ്. അതായത് ഞാൻ ലാസ്റ്റ് എൻ്റെ വീടിന്റെ പഴയ മുന്നത്തേന്റെ ആധാരം അവന്മാർക്ക് വേണം. അപ്പൊ അത് കാണാനില്ലെന്ന് പറഞ്ഞ് നീ ഒരു പരാതി കൊടുക്ക്. അങ്ങനെ ഞാൻ പത്രത്തിലൊക്കെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ കഥയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ഇടും, നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പൊ ലോണിന്റെ പുറകെ കിടന്ന് കുറച്ച് എമൗണ്ട് എനിക്ക് പോയിട്ടുണ്ട് കയ്യിൽ നിന്ന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബാക്കി പരിപാടി അക്കോമഡേഷനും അതിനൊക്കെ വേണ്ടി ഞാൻ ടെമ്പററി ആണ് എടുത്തത്. പിന്നെ എൻ്റെ ഷോപ്പിങ്ങിന് ഇത്ര ഒരു 50 രൂപേൻ്റെ അടുത്തായി. അപ്പൊ നമ്മളെല്ലാം കവർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഏകദേശം എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ റൗണ്ട് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ UK-യിലായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു സേഫ് ആയിട്ട് കളിക്കാനായിട്ട് 35 രൂപ നിങ്ങൾ കൈ വേണം. അതായത് ഏറ്റവും കുറഞ്ഞെന്ന് പറഞ്ഞാൽ 30 രൂപ. അതായത് എൻ്റെ കോഴ്സ് ഇപ്പോൾ 2 അത് ഞാൻ കഴിഞ്ഞ വർഷത്തെ കേസാണ് പറഞ്ഞത്, ഈ 18 പക്ഷെ ഇപ്പൊ ഈ നിലവിലെ സിറ്റുവേഷനിൽ 1 year കോഴ്സ് ആണെങ്കിൽ ഈ 18-17 രൂപേൻ്റെ അടുത്ത് വന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഒരു 35 ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിയായിട്ട് നോക്കുള്ളൂ. അതായത് UK-യിലായിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇത്ര രൂപ വേണ്ടി വരും. ഓക്കെ, 35 രൂപയെങ്കിലും മാക്സിമം ഉണ്ടെങ്കിലാണ് നിങ്ങൾ ഇതിനകത്തായിട്ട് ഇറങ്ങുള്ളൂ. പിന്നെ പോരാത്തതിന് എനിക്ക് വേറൊരു മെയിൻ വിഷയം വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ ലോണിന് പ്രോസസ്സിങ്ങിന്റെ ഇടയ്ക്ക് ഈ യൂണിവേഴ്സിറ്റി എന്നോട് പറഞ്ഞ് 5,000 pound ഡെപ്പോസിറ്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ അടക്കണം, സീറ്റ് റിസർവ് ചെയ്യാനാണെന്ന് പറഞ്ഞ്. ഈ 5,000 pound ഇവിടെ പറയുമ്പോൾ അത് 5 ലക്ഷം രൂപയാണ് നാട്ടില്. പെട്ടെന്ന് പറയുമ്പോൾ എന്നേനാ പിന്നെ കുറെ ഫണ്ടൊക്കെ മറിച്ചാണ് അത് സെറ്റ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ ആലോചിച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അത് എന്റെ അറിയത്തില്ല, ഇപ്പൊ എന്റെ സെയിം കോളേജിൽ തന്നെ പഠിക്കണ വേറെ കോളേജും പോട്ടെ, കോളേജിന് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന വേറൊരുത്തന് 1 വേറൊരുത്തന് 2 അടക്കാൻ പറഞ്ഞത്. എന്നോട് 5 പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതും കൂടി ഓർത്ത് വെക്കുക. അത് ഫസ്റ്റ് തന്നെ നമ്മൾ അടക്കേണ്ടി വരും. അതായത് ഇവന്മാര് ലെറ്റർ അയച്ചു കഴിഞ്ഞിട്ട് ഇവന്മാര് അടുത്ത മെയിൽ അയക്കും, ഫസ്റ്റ് തന്നെ ഇന്ന ഇത്ര ഡെപ്പോസിറ്റ് അടയ്ക്കുക, എന്നിട്ട് ബാക്കി പ്രൊസീജിയറായിട്ട് പോകത്തുള്ളൂ. അത് ഇവന്മാരെ നമ്മൾ കൺഫേം ആക്കാൻ വേണ്ടി അടക്കണതാണ്. ഇപ്പൊ നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു സെക്കൻഡ് തോന്നിയിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ അവന്മാർ റീഫണ്ട് ചെയ്യും, പക്ഷെ ടൈം എടുക്കും. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു എമൗണ്ട് അടക്കേണ്ടി വരും. അപ്പൊ ഏകദേശം ഇത്രയൊക്കെ എമൗണ്ട് ഉണ്ടെങ്കിലാണ് പരിപാടിയെല്ലാം നടക്കുന്നത്. പിന്നെ ലോൺ ഇല്ലെങ്കിൽ അത്രയും കാര്യം, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്ര എമൗണ്ട് എടുക്കാനുണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആണ്. കാര്യം പറയാം, ഈ ലോണിന്റെ ഒക്കെ പുറകെ അടങ്ങുന്ന വലിയ ചടങ്ങാണ്. ഇതൊക്കെ ഞാൻ അടക്കണം, എനിക്ക് ഇവിടെ പലിശ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം വിട്ടുപോയി. ഞാനിപ്പോ റഫായിട്ട് ഞാനൊരു ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എന്റെ എക്സ്പെൻസും കാര്യം അത് ഞാൻ എന്തായാലും ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒട്ടിച്ച് വെച്ചേക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ആയിട്ട് ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ബട്ട് ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് ഫോളോ ചെയ്തിട്ടൊക്കെ വന്ന് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ ഒന്നും തരത്തില്ല. ഇപ്പൊ ശരി, ബൈ. ഞാൻ ചുമ്മാ ഞാൻ റിപ്ലൈ ഒക്കെ തരാം.